ജൂൺ 1 ലോക ക്ഷീരദിനം. എല്ലാ വർഷവും ജൂൺ 1 ലോക ക്ഷീരദിനമായി ആചരിക്കുന്നു. ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള ഭക്ഷ്യ കൃഷി സംഘടനയായ ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ 2001 മുതലാണ് ഈ ദിനാചരണത്തിന് തുടക്കം കുറിച്ചത്. ആരോഗ്യ സംരക്ഷണത്തിൽ പാലിൻ്റെയും പാലുൽപ്പന്നങ്ങളുടെയും പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുക, ക്ഷീരമേഖലയുടെ വികസനത്തിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുക, ക്ഷീരകർഷകരുടെ അധ്വാനത്തെ ആദരിക്കുക തുടങ്ങിയവയാണ് ദിനാചരണത്തിൻ്റെ ലക്ഷ്യം. കാൽസ്യം, പ്രോട്ടീൻ, പൊട്ടാസ്യം, വിവിധ വിറ്റാമിനുകൾ എന്നിവയാൽ സമ്പന്നമായതിനാൽ പാലിനെ ഒരു സമീകൃത ആഹാരം അഥവാ പൂർണ്ണ ഭക്ഷണമായി കണക്കാക്കുന്നു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥയിലും ഗ്രാമീണ തൊഴിലവസരങ്ങളിലും ഈ മേഖല വലിയ പങ്കുവഹിക്കുന്നു. ഇന്ത്യയിൽ പാലുൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായി നടപ്പിലാക്കിയ ധവള വിപ്ലവത്തിൻ്റെ പിതാവായ ഡോക്ടർ വർഗീസ് കുര്യൻ്റെ ജന്മദിനമായ നവംബർ 26 ഇന്ത്യയിൽ ദേശീയ ക്ഷീരദിനമായി ആചരിക്കുന്നുണ്ട്. ആഗോള രക്ഷാകർതൃദിനം. ജൂൺ 1 ആഗോള രക്ഷാകർതൃദിനമായി ആചരിക്കുന്നു. 2012 ഐക്യരാഷ്ട്രസഭ പാസാക്കിയ ഒരു പ്രമേയത്തിലൂടെയാണ് ജൂൺ 1 ആഗോള രക്ഷാകർതൃദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. സ്വന്തം കാര്യങ്ങൾ പോലും മറന്നും ത്യജിച്ചും കുട്ടികളുടെ ഉന്നമനത്തിനായി അഹോരാത്രം പ്രയത്നിക്കുന്ന രക്ഷിതാക്കളുടെ ത്യാഗത്തെയും സേവനത്തെയും ആദരിക്കുന്നതിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു ദിനാചരണം പ്രഖ്യാപിച്ചത്. കുട്ടികളുടെ സംരക്ഷണത്തിലും വളർച്ചയിലും രക്ഷിതാക്കൾക്കുള്ള പങ്ക് വളരെ വലുതാണ്. കുട്ടികളുടെ ആരോഗ്യകരമായ വ്യക്തിത്വ വികാസത്തിന് ഊഷ്മളമായ കുടുംബാന്തരീക്ഷം ഉണ്ടാകേണ്ടതിൻ്റെ പ്രാധാന്യവും ഈ ദിനാചരണം ഓർമ്മിപ്പിക്കുന്നു. ഹെലൻ കെല്ലർ ചരമദിനം. അന്ധയും ബധിരയുമായിരുന്നിട്ടും കഠിനാധ്വാനവും ആത്മവിശ്വാസവും കൊണ്ട് സ്വന്തം വൈകല്യങ്ങളെ തോൽപ്പിച്ച് ഔന്നത്യങ്ങളിൽ എത്തിയ അമേരിക്കൻ വനിത ഹെലൻ കെല്ലർ 1968 ജൂൺ 1 അന്തരിച്ചു. 1880 ജൂൺ 17 അമേരിക്കയിൽ ജനിച്ച ഹെലനെ 2ാം വയസ്സിൽ ബാധിച്ച മസ്തിഷ്ക ജ്വരബാധയാണ് അന്ധയും ബധിരയുമാക്കി മാറ്റിയത്. 19 മാസം മാത്രം പ്രായമുള്ളപ്പോൾ കാഴ്ചശക്തിയും കേൾവിശക്തിയും നഷ്ടപ്പെട്ട അവർ 7ാം വയസ്സിൽ തൻ്റെ സഹായിയായി എത്തിയ ആനി സള്ളിവൻ എന്ന അധ്യാപികയുടെ സഹായത്തോടെ ബ്രെയിലി ലിപി ഉപയോഗിച്ച് ഇംഗ്ലീഷ്, ഫ്രഞ്ച് ഭാഷകളും ഗണിതവും ശാസ്ത്രവും എല്ലാം പഠിച്ചു. 1936 ആനി സള്ളിവൻ മരിക്കുന്നതുവരെ 49 വർഷം നീണ്ടുനിന്ന ആത്മബന്ധമായിരുന്നു ആ അധ്യാപികയും ഹെലനുമായി ഉണ്ടായിരുന്നത്. കോളേജിൽ പഠിച്ച് ബിരുദം നേടിയ ഹെലൻ കെല്ലർ പിന്നീട് അധ്യാപികയായും സാമൂഹ്യ പ്രവർത്തകയായും മാറുകയും നിരവധി ജീവകാരുണ്യ സംഘടനകളുടെയും പ്രസ്ഥാനങ്ങളുടെയും അമരക്കാരിയായി മാറുകയും ചെയ്തു. 1946 വിദേശ രാജ്യങ്ങളിലെ അന്ധർക്കുള്ള അമേരിക്കൻ ഫൗണ്ടേഷനിൽ ഉപദേശകയായി നിയമിക്കപ്പെട്ട ഹെലൻ കെല്ലർ അടുത്ത 10 വർഷത്തിനിടയിൽ 5 ഭൂഖണ്ഡങ്ങളിലെ 35 രാജ്യങ്ങൾ സന്ദർശിച്ചു. 1955 ഏഷ്യയ്ക്ക് കുറുകെ 40,000 മൈൽ ദൂരത്തിൽ ഹെലൻ കെല്ലർ നടത്തിയ പദയാത്ര ലോക ശ്രദ്ധ പിടിച്ചുപറ്റി. ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്ന പേരിൽ എഴുതിയ ആത്മകഥയും ഏറെ ശ്രദ്ധേയമായി. അത് നാടകമായും സിനിമയായി മാറുകയും നിരവധി പുരസ്കാരങ്ങൾ നേടുകയും ചെയ്തു. വിവിധ പുരസ്കാരങ്ങളും വിവിധ സർവകലാശാലകളിൽ നിന്ന് ഓണററി ഡോക്ടറേറ്റും നേടിയ ഹെലൻ കെല്ലർ 1968 ജൂൺ 1 അന്തരിച്ചു. സത്യേന്ദ്രനാഥ ടാഗോർ ജന്മദിനം. വിശ്വമഹാകവി രവീന്ദ്രനാഥ ടാഗോറിൻ്റെ മൂത്ത സഹോദരനും ബംഗാളിലെ സാംസ്കാരിക നവോത്ഥാന നായകരിൽ ഒരാളുമായ സത്യേന്ദ്രനാഥ ടാഗോർ 1842 ജൂൺ 1 കൽക്കട്ടയിൽ ജനിച്ചു. ഇന്ത്യൻ സിവിൽ സർവീസിൽ ചേർന്ന ആദ്യ ഇന്ത്യക്കാരൻ എന്ന ചരിത്രഖ്യാതി ഇദ്ദേഹത്തിനാണ്. അതുവരെ ബ്രിട്ടീഷുകാർ മാത്രമുണ്ടായിരുന്ന ഇന്ത്യൻ സിവിൽ സർവീസിലേക്ക് 1863 അദ്ദേഹം എത്തുന്നത്.
അറിയപ്പെടുന്ന എഴുത്തുകാരനും കവിയും കൂടിയായിരുന്നു അദ്ദേഹം. മിലെ സബേ ഭാരത് സന്താൻ എന്നു തുടങ്ങുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ദേശഭക്തി ഗീതങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്ന ഗീതം രചിച്ചതും ഇദ്ദേഹമാണ്. സത്യേന്ദ്രനാഥ ടാഗോർ 1923 ജനുവരി 9 80-ാം വയസ്സിൽ അന്തരിച്ചു.